ശ്യാമേട്ടൻ വീണ്ടും ശാലുവച്ചിയുടെ വിവാഹ കാര്യത്തിലേക്കാ വരുന്നത്. അതുവരെ രേണു കാത്തിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട. എന്നുവെച്ചാ ഒരബോർഷൻ, അത്രമാത്രം. ശാലിനിയുടെ വിവാഹം നടക്കുന്നതുവരെ നമ്മൾ കാത്തിരുന്നേ മതിയോ? അതിന് ഈ ഒരു വഴി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലണോ അല്ലേ? ശ്യാമേട്ടൻ എങ്ങനെ ഇതെന്നോട് പറയാൻ തോന്നി? രേണു, ഞാന് വേണ്ട, എനിക്ക് ഒരു ന്യായീകരണം കേൾക്കണ്ട. നിങ്ങൾ പറഞ്ഞ കൊലയ്ക്ക് കൂട്ടു നിൽക്കാനോ അരുതെന്ന് പറഞ്ഞ് കാലി വീഴാനോ ഈ രേണുക കിട്ടില്ല. മാതൃക അധ്യാപികയായ നിർമ്മല ടീച്ചറിന്റെ മോളാ ഞാൻ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിങ്ങളുടേതെല്ലാം തോന്നുന്നുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്റെ മനസ്സ് നിങ്ങൾക്ക് മാത്രമായി സമർപ്പിച്ചവളാ ഞാൻ. അതിന്റെ ഏതൊരു നിമിഷത്തിലാ ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങിയത്. കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കൊന്നു കഴിഞ്ഞു. ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല. എന്റെ അമ്മയെ നിങ്ങളെ നാണം കെടുത്താൻ ഞാൻ തയ്യാറല്ല. ഞാൻ പ്രസവിക്കും, നിങ്ങളുടെ കുഞ്ഞായി തന്നെ വളർത്തും. ഈ നാട്ടിലല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ. പഴിച്ചു പറ്റൂന്ന് ആളുകൾ പറയുമായിരിക്കും. ഞാൻ സഹിച്ചോളാം. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാ ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. പക്ഷെ നിങ്ങളിൽ നിന്ന് ഇങ്ങനൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് പിരിയാം, എന്നേക്കുമായി. നിങ്ങൾ പേടിക്കണ്ട. ഈ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞ് ഞാൻ ഒരിക്കലും വരില്ല. രേണു, പറഞ്ഞു പോയത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും അനുവദിക്കാതെ അവൾ നടന്നാകുന്നു. അന്ന് രാത്രി രേണുക വീട് വിട്ടിറങ്ങി. നിർമ്മല ടീച്ചറാണ് ആ വിവരം എന്നോട് പറയുന്നത്. താനെങ്ങും തിരക്കി പോയില്ല? പോയി. ശ്യാമേട്ട, ആലോചിച്ച് നിൽക്കാതെ. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഇല്ല. അവളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, മിനി. കുറച്ചകലെയാ. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ച കല്യാണം ക്ഷണിക്കാൻ വന്നിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വിശേഷങ്ങൾ പറയാൻ ഫോൺ ചെയ്തിരുന്നു. എന്താ, അവൾക്ക് എന്തെങ്കിലും? ഒന്നുമില്ല. ഞാൻ വെറുതെ
രേണുക താലോലത്തിലുണ്ടെന്ന് ആരിൽ നിന്നാ ശ്യാം അറിഞ്ഞത്? ടീച്ചറിൽ നിന്ന്. താലോലത്തിൽ നിന്നും ടീച്ചർ നേരെ എത്തിയത് എൻ്റെ അടുത്തേക്കായിരുന്നു. ഞാൻ ആ അവസ്ഥയിൽ അങ്ങനെ ഒരു വൃത്തികെട്ട തീരുമാനം രേണുകയോട് പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷേ അത് ഇത്രത്തോളം കൊണ്ടെത്തിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. തെറ്റ് എൻ്റേതാണ് ടീച്ചർ, എൻ്റേത് മാത്രം. അതിനുവേണ്ടിയും രേണുകയുടെ കാല് പിടിക്കാൻ പോലും ഞാൻ തയ്യാറാ. അവളാകെ മാറിയിരിക്കുന്നു ശ്യാം. ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയല്ലേ. ഒരു സ്ത്രീ അടിസ്ഥാനപരമായി മാറുന്നത് അവിടം മുതലാണ്. അതുകൊണ്ട് ഇനി തീരുമാനങ്ങളൊക്കെ അവളുടേത് മാത്രമായിരിക്കും. ഞാൻ വിളിച്ചാൽ അവൾ വരില്ല എന്നാണോ ടീച്ചർ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്റെ സ്ഥാനത്ത് മറ്റൊരമ്മയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്യാമിനോട് ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. ശ്യാമിനോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, എന്റെ കുഞ്ഞിനോട് ശ്യാം കാണിച്ച സ്വാതന്ത്ര്യം അതിവിടം വരെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാന് തെറ്റുകാരനാണ് ടീച്ചർ, സമ്മതിക്കുന്നു. എന്നെ ഒന്ന് ശപിക്കെങ്കിലും ചെയ്തുകൂടെ ടീച്ചറിന്? ഇല്ല കുട്ടി, എനിക്കതിനാവില്ല. നിന്റെ എല്ലാ വിജയങ്ങൾക്കും എന്റെ കൂടി പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. ടീച്ചർ വിഷമിക്കരുത്. ഞാൻ കാരണാ അവൾ വീട് വിട്ടിറങ്ങിയത്. രേണുകയെ ഞാൻ പോയി വിളിച്ചോണ്ട് വരും. ഇനി അവൾ വരില്ല ശ്യാം. ഇല്ല, ഞാൻ വിളിച്ച അവൾ വരും. ഞങ്ങള് ഒരുമിച്ച് ജീവിക്കും. എനിക്ക് വിശ്വാസമില്ല. ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് പോകും? നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തുത്തരം പറയും? രേണുക വരുന്നതുവരെ ടീച്ചറിന് ഇവിടെ താമസിച്ചൂടെ? വേണ്ട. തെളിവുകൾ തിരിച്ചും മറിച്ചും വാദിച്ച് ന്യായം കണ്ടെത്തുന്ന ഒരു വക്കീലല്ലേ ഏട്ടൻ? രേണുകയുടെ കാര്യത്തിൽ എന്തേ ഏട്ടനൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയത്? ശ്യാമേട്ടനോട് എനിക്കിപ്പോ ദേഷ്യമാണ്. രേണു ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആ നിമിഷം കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു. അതിന് പകരം സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. തെറ്റ് എന്റേതാണ് ശാലു, എന്റേത് മാത്രം. ഞാനിപ്പോ തന്നെ രേണുകയുടെ അടുത്തേക്ക് പോവാണ്. ഞാൻ അവളെ കൊണ്ടേ മടങ്ങി വരും. എന്തിനാ മോളെ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് പറയാനുള്ളത് കൂടി നീ ഒന്ന് കേൾക്കണം. നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അത് എനിക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. അപ്പോഴങ്ങനെ പറഞ്ഞു പോയതില് നീ എന്നോട് ക്ഷമിക്കണം. ദാ നോക്ക്, നീ എന്നോടൊപ്പം വരണം. പൂർണ്ണ മനസ്സോടെ വിളിച്ചോണ്ട് പോവാനാ ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കൽ വേണ്ടാന്ന് വെച്ചതിനെ പിന്നീട് പൂർണ്ണ മനസ്സോടെ എങ്ങനെ സ്വീകരിക്കും? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ ഉത്തരവില്ല.
ഞാൻ തോറ്റു. നിങ്ങൾ തോൽക്കുകയോ? ഒരിക്കലുമില്ല. തോറ്റത് ഞാനാ. അല്ല, ഈ തോൽവി ഞാൻ അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചതാ. വെറുതെ സംസാരിച്ച് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കും താല്പര്യമില്ല. രേണു പ്ലീസ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒറ്റപ്പെട്ടവളല്ല, ആരൊരു ഇല്ലാത്തവളുമല്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയുണ്ട് നിനക്ക്. ഞങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു അപശ്രുതിയായി നിങ്ങൾക്കിടയിൽ ഞാനുണ്ടാവാൻ പാടില്ല. ഇവിടെ എനിക്കിപ്പോ ശാന്തി സമാധാനവും ഉണ്ട്. അത് മതി. രേണു, നീ എന്നോടൊപ്പം വരണം. നിന്നെ കൊണ്ടേ വീട്ടിലേക്ക് ചെല്ലുള്ളൂ എന്ന് ഞാൻ നിർമ്മല ടീച്ചർക്ക് വാക്കു കൊടുത്തുപോയി. ക്ഷമിക്കണം, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. നിങ്ങൾക്ക് പോകാം. മാഡം, മാഡം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. രേണുകയെ എന്നോടൊപ്പം അയക്കണം. ഈ കാര്യത്തിൽ അവളുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത്. നിർബന്ധപൂർവം ഞങ്ങൾ ആരെയും ഇവിടുന്ന് പറഞ്ഞയക്കാറില്ല. ഓക്കെ, തൽക്കാലം നമുക്കിവിടെ നിർത്താം. ഇനി എനിക്ക് ആ താലോലത്തിലൊന്ന് പോകണം. അവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ കൂടി ചേർത്ത് വായിച്ചാലേ കേസിൻ്റെ ഏതാണ്ടൊരു പിക്ചർ മനസ്സിലുണ്ടാവൂ. താങ്ക് യു മിസ്റ്റർ ശ്യാമപ്രസാദ്. നമുക്ക് ഇനിയും കാണേണ്ടി വരും. ഓക്കെ ഓക്കെ. ഇത് എന്നാ സ്റ്റൈലാടി, സോ ചീപ്പ്. ഞാൻ മോഡേണ. നല്ല ജീൻസും പാൻറ്റും ടൈറ്റ് ടീഷർട്ടും ഒക്കെ ധരിച്ച് അങ്ങനെ കയ്യിലൊരു ഷാമ്പയിൻ കുപ്പിയൊക്കെ പിടിച്ച് തുള്ളി തുള്ളി വരുന്നൊരു ക്ലാര തരകനെയാണ് ഈ മൈക്കിൾ കാട്ടൂക്കാരൻ സ്വപ്നം കണ്ടത്. യു ഡിസ്ട്രോയ് ആൻഡ് യു ചീറ്റഡ്. ലണ്ടൻ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് പോകേണ്ട ഒരു നഗരവധുവാണെന്ന റിയാലിറ്റി ക്ലാര മറന്നുപോയല്ലോ. എന്താടോ, തനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ? അതോ ജേക്കബ് തരകന്റെ മകളാണെന്നുള്ള അഹന്തയാണോ? ബാറിലെ തീന്മേശയിൽ മദ്യം നൂർന്നുകൊണ്ട് പ്രണയം കൈമാറുന്ന സ്ത്രീകളും പുരുഷന്മാരും. ആ നഗരത്തിലേക്കാ ഇനി നിന്റെ ജീവിതം. നോ, നമ്മുടെ ജീവിതം. പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. ഫ്രാങ്കായിട്ട് സംസാരിക്കുന്ന എനിക്കിഷ്ടം. ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളുണ്ട്. അത് ഇങ്ങനൊന്നും ആയിരുന്നില്ല. മീൻസ് എന്നെ പോലൊരു ഭർത്താവിനെ അല്ല നീ ഉദ്ദേശിച്ചിരുന്നതെന്ന്.
അതായത് ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വേട്ടപ്പട്ടിയാണ് നിനക്ക് വേണ്ടത് അല്ലേ? എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പിന്നെന്താ മാഡം ഉദ്ദേശിച്ചത്? ഈ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? കാട്ടൂക്കാരന്മാരാരും ഭാര്യ അനുസരിച്ച് ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കേയില്ല. നീ എന്നെ അനുസരിച്ച് ജീവിക്കണം, എന്നെ മാത്രം. ജീവിതം ഒരു ഉത്സവമായിരിക്കണം, ആഘോഷം ആഘോഷം. ഏയ്, dirty things. ഇതെന്താ? അത് പറയേ, എന്താ ഇത്? പാൽ. അങ്ങനെ ഒരു ആചാരമുണ്ട് ഈ ദിവസത്തിൽ. എല്ലാം മാറ്റണം. മാറ്റും ഞാൻ. പാല്. പിടിക്ക. എന്തിനാ ഇത്? പിടിക്കടി. വെരി ഗുഡ്. അയ്യോ, ഈ ഒരു സ്വർണം മാത്രമേ ഉള്ളോ? അധികം സ്വർണം ധരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് പറ്റില്ല. പെണ്ണായ പൊന്നു വേണം. എത്രത്തോളം പൊന്നു കൂടുന്നോ പെണ്ണുങ്ങൾക്ക് അത്രത്തോളം മാറ്റം കൂടും. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അതിനെതിരാ.